അടുത്തതായി ശ്രീ ധർമ്മജൻ എന്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. വരുന്നത് ഒരുപാട് പേര് ഈ ഇവന്റെ പെൺവേഷമാണ്. സ്റ്റേജിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല. കാരണം അറിയാത്തതായിട്ട് ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാ കലാകാരന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, പല തരക്കാരുണ്ട്. പക്ഷേ 10-20 വർഷത്തെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രചരണ വേളയിൽ തൊട്ടാണ് പിഷാരടിയെ അറിയാമെങ്കിൽ ഏകദേശം ഒരു 20 വർഷത്തിന് മേളിൽ അറിയാവുന്ന സുഹൃത്തുക്കളാണ് നിൽക്കുന്നത്. ധൈര്യമായിട്ട് ഇവരെ വിശ്വസിക്കാം. ഈ 20 വർഷമായിട്ട് ആരെയും ചതിക്കാത്ത, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിൽക്കാത്ത ഒരു പ്രിയപ്പെട്ട കലാകാരനാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും മറ്റൊന്നും നോക്കാതെ ഈ വേദിയിൽ പിഷാരടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാനായിട്ട് എത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്, ഈ നാടിന് ഞങ്ങളുടെ ഈ പ്രിയ സുഹൃത്ത് ഒരു മുതൽക്കൂട്ടായിരിക്കും. വിശ്വസിക്കാം ധൈര്യമായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് പാലക്കാടിന്റെ മണ്ണിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായി, നിങ്ങളുടെ നാട്ടുകാരനായി, നിങ്ങളുടെ സുഹൃത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ഈ വരവ് എന്ന് പറഞ്ഞാൽ പിഷാരടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം പാലക്കാടുകാരെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നല്ലതിനെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുന്നവരാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഏറ്റവും യോഗ്യനായ പിഷാരടിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയിട്ടാണ് ഒരു എളിയ കലാകാരനായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് സുഹൃത്തെ, ഒരുപാട് സന്തോഷമുണ്ട്. ആഷിക പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് പിഷാരടി മുമ്പേ പറഞ്ഞതുപോലെ വർത്തമാനത്തിലല്ല വേണ്ടത്, പ്രവൃത്തിയിലാണ്. അതിന് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വിഷു നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും ഞങ്ങള് ഇപ്പൊ ഇവിടെ നടക്കുമ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ പരിപാടി ഞാനും വിപിൻ നസീർക്കയും ഒരു ചിരി ഇരുചിരി പമ്പർച്ചിരി ഇരിക്കുന്ന കാരണം എല്ലാരും പറയും നിങ്ങളുടെ അന്വേഷണം പറയണം. അത് നേരിട്ട് പറഞ്ഞു. താങ്ക് യു. പാലക്കാടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് പിഷാരടിയുടെ പ്രോഗ്രാംസ് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ പ്രചാരണമായിട്ട് അനുബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്പീച്ചുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എത്ര മിടുക്കനാണ്, എത്ര ബോധമുള്ള ആളാണ്, എത്ര വിവരമുള്ള ആളാണ്, കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം പഠിച്ചാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലാകാരനോട്, ഈ വ്യക്തിയോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അദ്ദേഹം ജയിക്കണം, അദ്ദേഹമേ ജയിക്കാവൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിളിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് കാര്യം ചോദിച്ചാലും വിഷു അതിന് ആൻസർ തന്നിരിക്കും. അത്ര ഒരു അറിവുള്ള മനുഷ്യനാണ് വിഷു. ഞങ്ങളെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വിഷുവിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളും പിന്നെ സംഘടനാ പാഠവും എല്ലാം ഉണ്ട്. ഇതൊരു വിഷു ജയിച്ചു വരാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ഇവിടെ കണ്ടുമുട്ടാൻ ഇടയാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിഷുവിന് എല്ലാവിധ ആശംസകളും. ഷാജി ചേട്ടൻ പാലക്കാടുകാരനാണ് കേട്ടോ, അറിയാലോ. പാലക്കാട് ഷാജി ചേട്ടൻ എൻ്റെ നാട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബന്ധുക്കൾ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്നും സ്നേഹിച്ച ചങ്ക് പറിച്ചേരുന്ന ആളുകളാണ് പാലക്കാട്. അതിനകത്ത് നാളെ നിയമസഭയിൽ ഉയരാൻ പോകുന്ന വിഷുവിന്റെ ശബ്ദത്തിന് മുമ്പ് ഒരു നല്ല കയ്യടിയും ഒരു നല്ല പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഈ സമയത്ത് ആശംസകൾ ഒരുമിച്ച് എനിക്ക് എൻ്റെ നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു അവകാശവും ഒരു എന്താ പറയാ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പറയാണ്. വിഷുവിനെ കിട്ടിയത് നിങ്ങളുടെ വലിയ ഭാഗ്യമാണ്.
തീർച്ചയായിട്ടും അദ്ദേഹം വിജയിച്ചു വരണം. എല്ലാവിധ ആശംസകളും. ഇനി നമ്മള് ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം, നിയമാവലി, ഒമ്പത് തുടങ്ങിയ കാസറ്റുകളിലൊക്കെ ഇന്നസെന്റിന്റെ ശബ്ദമായി ഇരിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിലും ചിത്രങ്ങളിലും ഒക്കെ പ്രശസ്തനായ കലാഭവൻ ജോഷി ചേട്ടൻ. പിഷാടി ഒത്തിരി സന്തോഷം. അപ്പൊ പിഷാടിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ദൈമാവലി മുമ്പത്ത് കൂട്ടുകച്ചവടം ഇന്നസെന്റ് ശബ്ദമാണ്. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന പിഷാടിക്ക് വേണ്ടി ഒരു ആശംസ, അത് നമുക്ക് ഇഷ്ടമല്ലേ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയിട്ടുള്ളതാണ് കേട്ടോ. ഞാനും പോയിട്ടുണ്ട്. ജോഷി ചേട്ടന്റെ മൈക്ക് മോണിറ്ററിൽ തന്നോളൂ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോ വലിയ സന്തോഷം തോന്നുക. കാരണം എന്റെ കൂടെ ഒരു സഹപ്രവർത്തകനായി വന്നപ്പോൾ ഈ പിഷാരിണിയെ കാണാൻ നിങ്ങൾ ആളുകൾ വന്നപ്പോ എനിക്കൊരു വലിയ സന്തോഷം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളെ ഇയാളൊരു ചാട്ടുള്ളിയാ. കാരണം കയ്യിൽ ഒരുപാട് സംഭവങ്ങളുമായിട്ട് ഇയാൾ ഈ പാലക്കാട് വന്നിട്ടുള്ളത്. ഞാൻ MP ആയിരുന്നു. ഞാൻ ഈ 8ാം ക്ലാസ് മുസ്തക പഠിച്ചു വന്ന് ഞാൻ MP ആയപ്പോ ഇയാൾ വിവരമുള്ള ആളുകളെ നിങ്ങൾ എന്തായാലും വിജയിപ്പിക്കണം. വിജയിപ്പിച്ചാലേ ഈ പാലക്കാട് നന്നാവും എന്ന് നോബി. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നമുക്കറിയാം പാലക്കാടുള്ള എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പാലക്കാട് ഷൂട്ടിംഗ് നടക്കാറുണ്ട്. ഇനി ഈ സിനിമ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഞങ്ങൾക്ക് അടുത്ത് പോയി ഇരിക്കാനും നിങ്ങൾ ഞങ്ങൾക്ക് MLA തരണം. ആ വിശ്വാസം നിങ്ങൾ എടുത്തിട്ട് പോകുന്നത് ഞങ്ങൾ സഹപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, വോട്ട്. അത് നിങ്ങൾ വാരിക്കോരി കൊടുക്കണം. താങ്ക് യു. താങ്ക് യു അണ്ണാ. ബിബിൻ ജോർജ് എഴുത്തുകാരനാണ്, നടനാണ്, സംവിധായകനാണ്. എന്താണ് അല്ലാത്തത്? ആരൊക്കെയോ ആണ്. നമസ്കാരം. രമേശ് ഏട്ടൻ ഇവിടെ എനിക്ക് തോന്നുന്നു നാഷിക ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും വ്യത്യസ്ത ചിന്തകളിലായതൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള. പക്ഷേ രാഷ്ട്രീയത്തെക്കാളൊക്കെ വലുതാണ് ഞങ്ങൾക്ക് സാഹോദര്യം, സ്നേഹം, രമേശോടുള്ള എന്താ പറയുക, രമേശ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനോടുള്ള ബഹുമാനം. അതിൻ്റെ പുറത്താണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മിമിക്രിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ IQ അല്ലെങ്കിൽ ഓർമ്മശക്തിയുള്ള ഒരാള് രമേശ് ഏട്ടനാണെന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇപ്പൊ ഗുണം വരാൻ പോകുന്നത് വെച്ചാൽ അത് നിങ്ങൾക്കാണ്. കാരണം ഇവിടെ പറയുന്ന ഓരോ ആളുകളുടെ പേരും അവരുടെ പരാതികളും ഇനി എത്ര നാള് കഴിഞ്ഞാലും അത് പൂർത്തിയാക്കുന്നവരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകും, നിങ്ങളെ ഓർമ്മ ഉണ്ടാകും. എന്റെ അറിവില് എനിക്ക് തോന്നുന്നു കേരളം ഉണ്ടായ സമയം മുതൽ കന്യാകുമാരി കൊടുത്തിട്ടാണ് പാലക്കാട് നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിച്ച് വാങ്ങിയത്. പിന്നീട് കാലം പാലക്കാട് ശരിയാണെന്ന് പല കാര്യങ്ങളിലൂടെ തെളിയിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമം ഉണ്ടായി, നെന്മാറ വേല ഉണ്ടായി, നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരുണ്ടായി, അങ്ങനെ വലിയ വലിയ ശരികളുണ്ടായി. അതേപോലെ പാലക്കാടിന്റെ വലിയ ശരി ആകട്ടെ. രമേശ് ഏട്ടൻ ഒന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു രമേശ് ഏട്ടൻ. ഒരുപാട് സിനിമകളിലൂടെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഷിറ്റ്സ്. നമസ്കാരം. ഞാൻ സത്യത്തില് ഇവിടെ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നതാണ്. നോബിയിലൂടെ ഒരു ഷൂട്ട് ഇവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് എൻ്റെ നാട്ടിൽ വൈപ്പിലെ ഒരു മീറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നു പാർട്ടിയുടെ. അപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലം പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞു, എനിക്ക് പിഷാരയുടെ പരിപാടിയുണ്ട്, നോബി അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തോളാം. ഇന്ന് അതിനകത്ത് കാണുന്നുണ്ടാവും. എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഷിൻസിനോട് ഒരു പ്രത്യേക നന്ദി പറയണ്ടോ. എന്താ ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റേജിൽ അങ്ങനെ പരിപാടികൾ ചെയ്തു. ഷിൻസ് സിനിമ വന്നതിന് ശേഷമുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോൾ ഷിൻസൊക്കെ ശരിക്ക് എന്നോടുള്ള എന്ത് സ്നേഹത്തും പുറത്താണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയും നന്ദിയുണ്ട് ഷിൻസിനോട്. കേശവ മാമൻ സംസാരിക്കാൻ പാടുകയൊക്കെ ചെയ്തല്ലോ. സുഹൃത്തുക്കളെ, അടുത്തതായി ശ്രീ ധർമ്മജൻ പോൽ ഗാന്ധി Now
കൂട്ടുകാരന് വേണ്ടി കഴിച്ചുകൂടിയ ഈ പാലക്കാട് ജനാവലിക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഉഷാരിയുടെ ജന്മനാടാണ്, അമ്മ വീടാണ്, ജനിച്ചു വളർന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല. അവനിവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ്. അത് ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള കാര്യമാണ്. നന്നായിട്ട് അത് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അങ്ങനെയൊക്കെയുള്ളൊരു സംഘടനകളൊക്കെ ഉള്ള ആളാണ്. ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ നല്ല വിജയം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ് രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി. അതിലുപരിയായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ, ഒരു അപകടം പറ്റിയാൽ നമ്മൾ അറിഞ്ഞു വന്ന് അയാൾ വിളിക്കുമ്പോഴേക്കും ആ ആള് നമ്മളെ വിളിച്ച് പറയും, കുറച്ച് മുമ്പ് പിഷാരടി വിളിച്ചിരുന്നു, എന്താണ് സഹായം വേണ്ടതെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ആളാണ്. വളരെ നേരത്തെ കാണുന്ന, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, ദീർഘവീക്ഷണമുള്ള, പ്രവൃത്തി പരിചയമുള്ള ആളാണ് രമേഷ് പിഷാരടി. ഊർജ്ജസ്വലതയും തേജസ്സുമുള്ള മോഹൻലാല് മറ്റേ ഗംഗയെ രക്ഷപ്പെടുത്തിയിട്ട് നഗറിനോട് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, ഊർജസ്സും തേജസ്സും ഉള്ള പിഷാരടിയെ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ്. എടുത്തോ. ഞാന് ഒരു പാട്ടിലൂടെ നിന്നിട്ട് എനിക്ക് ഒരു പരിപാടിയുണ്ട്, വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഞാൻ ഈ പരിപാടി കണ്ടു നടക്കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജീപ്പിൽ കയറി ടാറ്റവേ ചൂടൊക്കെ അറിയാമല്ലോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നാദൃശികനെ ഒരു പാട്ടിന് വേണ്ടി ക്ഷണിക്കുന്നു. ആ പാട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. അതിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ഒരാളെ കൊണ്ട് വെറുതെ വിളിച്ചേക്കാം. കാരണം നിങ്ങളെല്ലാം എൻ്റെ കുടുംബമാണല്ലോ. നിങ്ങളും എൻ്റെ കുടുംബമാണ്, നിങ്ങളും എൻ്റെ കുടുംബമാണ്. വേണമെങ്കിൽ ഒരു ഒറിജിനൽ കുടുംബത്തിനെ കൊണ്ട് വെറുതെ വിളിച്ചേക്കട്ടെ. എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഇവന്റെ പെൺവേഷമാണ്. വാ വാ വാ. ഇവിടെ ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേജ് TV ഷോയിലൊക്കെ വന്നിട്ടില്ല. 21 സ്റ്റേജിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല. കാരണം ഇവിടെയുള്ള ട്രോളന്മാർക്ക് ഇവിടെ തീറ്റ കൊടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓടിക്കോ. വിനീഷ് നീ വന്നോ? വിനീഷ് വാ, പെട്ടെന്ന് നീ കൂടെ പറ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഒരു ഭാഗ്യത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഏറ്റവും മികച്ചത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഒന്നിനൊക്കെ മിമിക്രി പറയാം സാർ, ഒരെണ്ണം പറയാം. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ശബ്ദത്തില് വലിയ സംഗതി, വലിയ പുലവനം, നിങ്ങൾ മനസ്സിലാക്കിയുള്ള വലിയൊരു കാര്യത്താന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പലതും പറയുന്ന വല്ലാത്തൊരു കാര്യം. ഞങ്ങൾ കോമാളികളാണോ? ഒന്നും ഒന്നുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ വലിയൊരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി പോവാൻ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വലിയൊരു സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചിട്ടുള്ള ഒരാളല്ല. സാധാരണപ്പെട്ട പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വളർന്നു പറ്റുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ എത്തുന്നോ? ഒത്തിരി നമസ്കാരം. താങ്ക് യു. എന്നാ ഒരെണ്ണം കൂടെ നാശികയുടെ പാട്ടിന് മുമ്പ് ഫണ്ട്സ് പോയ ടൈമില് കണ്ടസ്റ്റൻസ് ലിയ അൻഷാദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്റ്റേജിലോട്ട് വന്നോളൂ. ലിയ ഇവിടെ ജോയിൻ ചെയ്തോളൂ. ലിയ വരെ നിൽക്കും. ഒപ്പം നമുക്ക് അതിന് തൊട്ടുമ്പായിട്ട് ഞാൻ അടുത്ത നാശികയുടെ പാട്ടിന് മുമ്പ് ഒരു ആഗ്രഹത്തിന് ഒരു ജനാർദ്ദന്റെ ശബ്ദം നമുക്ക് കേൾക്കട്ടെ. നസീർക്ക് വന്നേക്കുള്ളൂ. നസീർക്ക ഒരൊറ്റ ജനാർദ്ദൻ, ഒറ്റക്കൊരു ജനാർദ്ദൻ. ലിയ കൂടുതൽ കൂടും. ആ ബമ്പർ ചിരിയിലും എനിക്ക് രക്ഷയില്ല. ഹലോ ഹലോ. തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഒരു ഡയലോഗാണ്. നിങ്ങൾ പറയാൻ ചെയ്ത് കേട്ടില്ലായിരിക്കും, എന്നാലും ലൈവായിട്ട് ഒന്നുകൂടെ ചെയ്യാം. ഈ മ്യൂസിക് 36 കൊല്ലമായടാ ബെൻസൺ, ഞാൻ പോലീസ്. ഇതിന്റെ ഇടയിൽ പുറത്തറിയുന്നതെന്ന് അറിയാത്തതായിട്ട് ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ്
ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡിവൈഎസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? അയ്യയ്യേ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഇനിയും ജോർജ് സാറിന് ഒരുപാട് പഠിക്കാനുണ്ടനിയ. താങ്ക് യു. പ്രജിത്ത് ഒക്കെ ഉണ്ടോ? എന്റെ ഹരിയുണ്ട്, പ്രജിത്തുണ്ട്, ഒരുപാട് രാജേഷ് അടിമാലുണ്ട്, ഒരു സെറ്റ് കലാകാരന്മാരിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചു പേരെ വിളിക്കുന്നു, അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യും. എനിക്ക് പോകേണ്ടതുണ്ട്. നാദൃശ്യയുടെ ഒറ്റ പാട്ടിൽ ഞാൻ നിൽക്കുന്നു. അതിനുശേഷം ആരും വേണ്ട, ഞാൻ ഒരു സൈഡിൽ കൂടെ ഞാൻ പൊക്കോളാം. അത് ഇവര് നമ്മുടെ അതിഥികളാണ്. ഇവരെ ഏറ്റവും ഭംഗിയായി സ്നേഹത്തോടെ ഈ ഷോയുടെ ഡെക്കറേഷൻ വിളിക്കാതെ നടത്തേണ്ടതും കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാനതങ്ങനെ പറയാൻ ശരിക്കും ഭയങ്കര ഔപചാരികത്തിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇവരോടൊക്കെ അങ്ങനെ ഫോർമലായിട്ട് പറയാൻ, കാരണം ഇവര് രാത്രി വിളിച്ചിട്ട് പറഞ്ഞിട്ട് കളിയാക്കും. എങ്കിലും ഇവിടെ വന്ന എല്ലാ കലാകാരന്മാർക്കും ടെക്നീഷ്യന്മാർക്കും സതീഷ് ഇതിന്റെ സംഘാടകൻ ഉൾപ്പെടെ ഹരി ഉൾപ്പെടെ